റിപ്പോർട്ട് ബ്രേക്കിംഗ്. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ. നേരത്തെ ലഭിച്ച പരാതികൾ കോളേജ് അധികൃതർ ഒത്തുതീർപ്പാക്കിയെന്നാണ് കണ്ടെത്തൽ. കോളേജ് അധ്യാപകരെ മൊഴിയെടുക്കാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെയും മൊഴിയെടുപ്പ് ഇന്നും തുടരും. പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതും പരിഗണനയിലുണ്ട്. കോളേജിലേക്ക് KSU ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും. അഞ്ജന അനിൽകുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഞ്ജന, ഗുഡ് മോർണിംഗ്. അഞ്ജന, നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളും വാർത്തകളും കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചുലച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ആ നിലവിളിയോടുകൂടിയ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ കേരളം ഒരുമിച്ച് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ കോളേജിൽ ഇതിനു മുമ്പും പരാതി ലഭിച്ചിട്ടുണ്ടെന്നും അതെല്ലാം ഒത്തുതീർപ്പാക്കാൻ കോളേജ് അധികൃതർ ശ്രമിച്ചു എന്നുമാണോ മനസ്സിലാക്കേണ്ടത് അഞ്ജന? അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയാണ്. തീർച്ചയായും അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. ഇന്നലെ നടന്ന മൊഴിയെടുപ്പിൽ വിശദമായി ഈ കോളേജ് അധികൃതരെയും ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട അധികൃതരെയും എല്ലാം തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ എല്ലാം വിശദമായ മൊഴിയും രേഖപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോളേജിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതൊരു കുത്തഴിഞ്ഞ ക്യാമ്പസാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശക്തമായ നിയമങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഫോളോ ചെയ്യുന്നില്ല. ആർക്കും എന്തും ചെയ്യാമെന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത്. ഈ ഹോസ്റ്റലിന്റെ നിയമത്തിൽ പറയുന്നതാണ് രാത്രി കാലത്ത് ഇവിടെ വാർഡനും സെക്യൂരിറ്റിയും ഉണ്ടാകണം. വാർഡൻ ഇല്ലെങ്കിൽ സെക്യൂരിറ്റി എങ്കിലും മുഴുവൻ സമയവും ഇവിടെ ഉണ്ടാകണം. എന്നാൽ പലപ്പോഴും ഈ രണ്ടുപേരും ഇവിടെ ഉണ്ടായിട്ടില്ല. വിദ്യാർത്ഥികൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഇതിനു മുൻപുള്ള ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഇതിന് സമാനമായ സംഭവങ്ങളെല്ലാം തന്നെ നേരിട്ടതാണ്. ഇത്രയും ഗൗരവകരമായ പരാതി അല്ലെങ്കിലും ഇതിന് സമാനമായ സംഭവങ്ങളെല്ലാം തന്നെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും യാതൊരു വിധത്തിലെ നടപടിയും എടുത്തിട്ടില്ല. ഇന്നിപ്പോൾ വീണ്ടും മൊഴിയെടുപ്പ് തുടരുന്ന ഒരു സാഹചര്യമാണ്. ഗാന്ധിനഗർ പോലീസ് കോളേജിൽ എത്തിക്കഴിഞ്ഞു. മറ്റ് അധികൃതരുടെ എല്ലാം തന്നെ വിശദമായ മൊഴിയാണ് ഇന്ന് രേഖപ്പെടുത്തുക. ഇന്നലെ കോളേജുമായി ബന്ധപ്പെട്ട പ്രധാന അധികൃതരുടെ എല്ലാം തന്നെ മൊഴിയെടുത്തു. പ്രിൻസിപ്പലിന്റെ മൊഴിയെടുത്തു, പ്രിൻസിപ്പൽ ഇൻചാർജിന്റെ മൊഴിയെടുത്തു. ഇന്നിപ്പോൾ ഗാന്ധിനഗർ പോലീസിന്റെ നേതൃത്വത്തിൽ മറ്റ് അധ്യാപകരുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും മൊഴിയെടുക്കാനാണ് ഇപ്പോൾ പോലീസ് സംഘം എത്തിയിരിക്കുന്നത്. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ CI ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോളേജിലെ മറ്റ് അധ്യാപകരെ എല്ലാം തന്നെ വിശദമായി മൊഴിയെടുക്കുക. ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് പോലീസിന് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു അല്ലേ? ഈ പരാതി നേരത്തെ ലഭിച്ചിട്ടില്ലെന്നാണല്ലോ നേരത്തെ കോളേജ് അധികൃതർ പറഞ്ഞിരുന്നത്. സമാനമായ രീതിയിൽ റാഗിംഗ് അവിടെ ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ ഇതിനു മുൻപും? നമ്മൾ വിദ്യാർത്ഥികളോടൊക്കെ സംസാരിക്കുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത് അഞ്ജന? തീർച്ചയായും അരുൺകുമാർ, കഴിഞ്ഞ വർഷം ഇതിന് സമാനമായ റാഗിംഗ് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ഗൗരവകരമല്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള പരാതികൾ അന്നത്തെ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ കോളേജ് അധികൃതരെ അറിയിച്ചതാണ്. അന്ന് ആന്റി റാഗിംഗ് സെൽ ഇടപെട്ട് മറ്റ് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെയും ഈ പരാതിക്കാരായ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെയും വിളിച്ചു വരുത്തി ഒരു ഒത്തുതീർപ്പിനാണ് ശ്രമിച്ചത്. പക്ഷേ വീണ്ടും പരാതികൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യവും, കൂടാതെ ഈ ദൃശ്യം ഈ പ്രതികൾ തന്നെ പകർത്തിയ ദൃശ്യമാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ ഗ്രൂപ്പിൽ അടക്കം ഈ ദൃശ്യങ്ങൾ വളരെ രീതിയിൽ പ്രചരിച്ചിരുന്നു. അതിനെ തുടർന്ന് ഈ ദൃശ്യങ്ങളുടെ ഗൗരവം കണക്കിലെടുത്താണ് പോലീസുമായി ബന്ധപ്പെടാൻ പോലും കോളേജ് അധികൃതർ തയ്യാറായത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത് മറ്റാരും തന്നെ അറിയാതെ തന്നെ ഈ സംഭവം പോയേനെ. കാരണം ഇവിടെയുള്ള അധ്യാപകരാണേലും വിദ്യാർത്ഥികളാണേലും ഇതൊക്കെ വിദ്യാർത്ഥികളുടെ ഒരു തമാശയല്ലേ, ഇതൊക്കെ ഇത്ര ഗൗരവമായി കണക്കാക്കേണ്ടതുണ്ടോ എന്ന് നമ്മളോട് പോലും ചോദിക്കുന്ന സാഹചര്യമുള്ള മാനസികാവസ്ഥയുള്ള വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഇപ്പോഴും ഇവിടെയുള്ളത്. അതിനാൽ തന്നെ ഇപ്പോൾ ഇന്ന് കുറച്ച് അധ്യാപകരെ സ്റ്റേഷനിൽ വിളിച്ചായിരിക്കും മൊഴിയെടുക്കുക. മറ്റ് വിദ്യാർത്ഥികളുടെയും അധികൃതരുടെയും മൊഴിയെടുപ്പ് ഈ ഹോസ്റ്റൽ പരിസരത്തും കോളേജ് പരിസരത്തും തന്നെ തുടരും. ഗുരുതരമായ അനാസ്ഥയാണ് ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നത് ഇന്നലെ നടത്തിയ മൊഴിയെടുപ്പിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. കാരണം സെക്യൂരിറ്റിയോ വാർഡനോ ആരും തന്നെ രാത്രികാലത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ഇവരുടെ അനാസ്ഥ കൃത്യമായും പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രണ്ടാം ദിവസവും മൊഴിയെടുപ്പ് തുടരുന്നത്. മൊഴിയെടുപ്പ് അവസാനിച്ചതിന് ശേഷം മാത്രമേ കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ഹോസ്റ്റൽ അധികൃതർ ആരൊക്കെയോ നിൽപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഞ്ജനയ്ക്ക് അവരോട് പോയി ഒന്ന് സംസാരിക്കാവുന്നതാണ്. നമുക്ക് ചില കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുക കൂടി വേണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേരത്തെ ഇതേപോലെ പരാതികൾ ഈ സ്ഥലത്ത് ഇതേ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പരാതികൾ പരിഗണിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇത് ഗുരുതരമായ വീഴ്ചയാണ്. 1998 ആണ് നമ്മൾ കേരള സംസ്ഥാന സർക്കാർ അന്ന് ഈ റാഗിംഗ് നിരോധന നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ആ റാഗിംഗ് നിരോധന നിയമം സർക്കാർ അന്ന് 1998 പാസ്സാക്കിയതിനു ശേഷം അതിലെ വകുപ്പ് 4-ൽ
2 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കാം ഈ റാഗിംഗ് കേസിൽ ഉൾപ്പെട്ടാൽ എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് പലപ്പോഴും ഇതേപോലെ ഒത്തുതീർപ്പുകൾക്ക് വിധേയമായ ആ കേസുകൾ ദുർബലമാവുന്നതാണ് കണ്ടത്. കേരളത്തിൽ അടുത്ത കാലത്ത് ഒരേയൊരു റാഗിംഗ് കേസിൽ മാത്രമേ ശിക്ഷ വിധിച്ചിട്ടുള്ളൂ. അത് 2005 കോട്ടയത്ത് തന്നെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ഒരു വനിതാ വിദ്യാർത്ഥിനിയെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനിയെ ക്രൂരമായ റാഗിങ്ങിൻ്റെ പേരിൽ ബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിലാണ്. അതിൽ ബലാത്സംഗം ഉൾപ്പെട്ടു എന്നതുകൊണ്ട് മാത്രമാണ് സീനിയർ വിദ്യാർത്ഥികൾക്ക് 10 വർഷം തടവ് വിധിച്ചത്. ബാക്കി എല്ലാ കേസുകളിലും പലപ്പോഴും ഈ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് ഒത്തുതീർപ്പാക്കുന്നതാണ് രീതി. അറിവില്ലാത്ത കുട്ടികളല്ലേ എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ഉയർന്നു കേൾക്കുന്നത്. അവർ കുട്ടികളല്ല എന്നുള്ളതാണ്. ഇത്തരം മാനസിക വൈകൃതവും ഉള്ളിൽ പേറി നടക്കുന്ന മനുഷ്യർ ഒരിക്കലും കുട്ടികളാണെന്ന് നമുക്ക് പറയാനേ കഴിയില്ല എന്നുള്ളതാണ്.